കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ തൊഴിലാളികൾ സമരത്തിലേക്ക് കടക്കുകയാണ്. അതായത് അവരുടെ ജോലി ഭാരം വർദ്ധിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത്. നേരത്തെ 58 ശുചീകരണ തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് പിന്നീട് 24 വെട്ടിക്കുറയ്ക്കുകയും ഇന്നോടുകൂടി 13 പേർ മാത്രം ജോലിയിൽ പ്രവേശിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശം വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർ ഇപ്പോൾ ജോലി നിർത്തിവെച്ചുള്ള ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. ചേച്ചിയുടെ പേരെന്താ? വിലാസിന്. എന്താണ് ഇപ്പോൾ ഒരു സമരത്തിലേക്ക് പോകുന്നത്? ഞങ്ങൾക്ക് ഡ്യൂട്ടി ഭാരം കൂടുതലും സ്റ്റാഫിനെ കുറയ്ക്കുക. ഞങ്ങൾക്ക് 24 സ്റ്റാഫ് തന്നെ വേണം. ഡെയിലി 24 സ്റ്റാഫിന്, അതിലൊരാൾ സ്റ്റാഫിനെ കുറയ്ക്കാൻ വിടുന്ന പറ്റൂല. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അത്ര എടുക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് 10-13 ആളെ ഇവിടെ വെച്ചിട്ട് പണിയെടുപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് പറ്റൂല. 24 ആൾ തന്നെ എടുക്കണം ഡെയിലി ഇവിടെ പണിക്ക്. എത്രത്തോളം ജോലി ഭാരം കൂടുതലാണ് ഇപ്പോൾ? കാരണം ഒരു 3 ആൾ എടുക്കേണ്ടത് ഒരാളെ കൊണ്ട് എടുപ്പിക്കാന്ന് പറയുമ്പോൾ ജോലി ഭാരം കൂടുതലല്ലേ. നിങ്ങളുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് എങ്ങനെയാണ് ഇപ്പോൾ? ഡ്യൂട്ടി ഷിഫ്റ്റ് 4 ഷിഫ്റ്റാണ്. അതിൽ രാവിലെ 6 മണി തൊട്ടിട്ട് 2 മണി വരെ, പിന്നെ 7 to 5, പിന്നെ 1 to 9, പിന്നെ 9 to 6, അങ്ങനെ 4 ഷിഫ്റ്റാണ്. എങ്ങനെയാണ് ജോലി ഭാരം കൂടുന്നത്? കൂടുതൽ വെച്ചാൽ രണ്ടാൾ ട്രാക്ക് ഇറങ്ങേണ്ടതാണ്. ആ ആൾ തന്നെ ട്രാക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വേറെയുള്ള പണി കയറിയിട്ട് വീട്ടിലേക്ക് പോവാം. പക്ഷെ ആ ട്രാക്ക് കയറി കഴിഞ്ഞാൽ ഈ വേറൊരാളാണ് വേസ്റ്റ് എടുക്കണ ആൾ. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് വേസ്റ്റ് എടുക്കണം. പിന്നെ വേറെ ഒരാളാണ് ബാത്റൂം കഴുകേണ്ടത്, അതും ചെയ്യിപ്പിക്കുക. അപ്പം 3 ആളെ ഡ്യൂട്ടി ആയില്ലേ ഒരാൾക്ക് അപ്പം 3 ഡ്യൂട്ടി ആയില്ലേ. ട്രാക്ക് 3 ആളെ പണിയാണ് ഈ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ട്രാക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വേസ്റ്റ് എടുക്കുക, ബാത്റൂം കഴുകുക. 3 ആളെ പണിയാണ് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ നട്ടുച്ച സമയത്ത് പോലും ഈ രീതിയിൽ തന്നെ ജോലി എടുക്കേണ്ടി വരുന്നത്. നട്ടുച്ചയ്ക്ക് 1 മണിക്ക് 6 മണിക്ക്, ഇപ്പോൾ 7 മണിക്ക് ഇറങ്ങിയിട്ട് 12 മണി വരെ 2 ആൾ ഇറങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷം 5 മണിക്ക് ഇറങ്ങിയിട്ട് 7:30 വരെ ട്രാക്കിൽ ഇടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേസ്റ്റ് ഇടിപ്പിക്കുന്നതും ബാത്റൂം കഴിക്കുന്നു. അപ്പം ഭാരം കൂടുതലല്ല ഒരാൾക്ക്. ഇപ്പോൾ 13 പേർക്കാണല്ലോ ജോലി നൽകി തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി കൊടുത്തിട്ടില്ലേ? ഉള്ളതാണ്. ഇപ്പോൾ ഇവിടെ 24 പേരുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്? ഒഴിവാക്കിയില്ല സാറ്. അത് ഇന്നിപ്പോൾ 13 ആളെ ഈ ഒരാഴ്ച 5 ദിവസം ഡ്യൂട്ടിക്ക് ഇടും. അപ്പം 13 ആൾ കഴിഞ്ഞാൽ ഈ 5 ദിവസം കഴിഞ്ഞാൽ 6ാമത്തെ ദിവസം വേറെ 13 ആൾക്ക് തരും. അങ്ങനെ 13 ആൾ തരും. അതായത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ഇപ്പോൾ ജോലി തരുന്നത്. ഇപ്പം ഡ്യൂട്ടി കുറയും. ഞങ്ങൾക്ക് 12, 13 ഒരു മാസം ഒരാൾക്ക് ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. ഇത് അതാ ഞങ്ങൾക്കുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇവരുടെ വേതനം ശരിയായ ദിവസങ്ങളിൽ ലഭിക്കുന്നില്ല. കാരണം ഇതുവരെ, അതായത് കഴിഞ്ഞ മാസത്തെ വേതനം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. 28-ാം തീയതിയൊക്കെയാണ് ഇത്തരത്തിൽ വേതനം ലഭിക്കുന്നുള്ള ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാസത്തെ ശമ്പളം കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടിയില്ല? വൈകണം എന്തുകൊണ്ടാണ് നമുക്കറിയില്ലല്ലോ. നമ്മൾ പണിയെടുത്തു, ശമ്പളം കിട്ടണേ നാളെ തരാം മറ്റന്നാൾ തരാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാന്ന് പറയാണ്ടോ. അതാ നോമ്പുണ്ടോ? ഇടയിലാണ് സമരം ചെയ്യേണ്ടി വരുന്നത്. എന്താണ് ഇവർ പറയുന്നത്? എന്ത് പറയാനല്ല, അതന്നെ നമുക്ക് 60 വയസ്സ് വരെ പണി കിട്ടണം. 24 പേരെയും ജോലിക്ക് പ്രവേശിപ്പിക്കണം. എനിക്ക് വേണം 24 ആളെ എങ്ങനെയായാലും വേണം, ഒരു ദിവസം വേണം. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇവർ പറയുന്നത്, ഇതിൻ്റെ സൂപ്പർവൈസർമാരടക്കം പറയുന്നത്, ഇപ്പോൾ ജോലി ചെയ്യേണ്ടുന്ന സ്പേസ്, അതായത് ഏരിയ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണ പ്രവർത്തികൾ നടക്കുകയാണ്. ആ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ കാണുന്ന മേഖലയിൽ ഒന്നും ഇപ്പോൾ ശുചീകരണ പ്രവർത്തികൾ നടക്കേണ്ടതില്ല, അത് നടത്തേണ്ടതില്ല. അതുകൊണ്ടാണ് ഇവരുടെ സ്റ്റാഫിൻ്റെ എണ്ണം വെട്ടിക്കുറച്ചത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഈ പ്രവർത്തികൾ നടക്കുന്നത്. പക്ഷേ ആ മേഖല ഒഴിവാക്കിയാൽ തന്നെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നേരത്തെ ഇതുപോലെ തന്നെ പ്രവർത്തികൾ നടക്കേണ്ടതുണ്ട്. പ്രധാനമായും ട്രാക്കുകളിൽ, അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത്തരത്തിൽ പ്രവൃത്തി നടക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് ആവശ്യമായ ശുചീകരണ തൊഴിലാളികൾ ഇല്ല എന്നുള്ള ഒരു ആരോപണങ്ങൾ കൂടി തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ജോലി പ്രവേശിക്കാത്ത എന്താ വെച്ചാൽ ഈ 13 ആൾ, ഇപ്പോൾ ഇന്ന് തൊട്ട് 13 ആളാണ് പണിയെടുക്കുന്നത്. ഈ 13 ഡ്യൂട്ടി ഞങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നത്. ഈ മാസത്തിൽ ഈ ഒരു വരുമാനം അത് ഞങ്ങൾക്ക് അങ്ങനെ എടുത്ത് ഒപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ സമരത്തിൽ ഇരിക്കാൻ കാരണം. 24 ആൾ വേണം ഞങ്ങൾക്ക്. ഈ തിരിച്ചു കയറണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, 24 പേരെയും പ്രവേശിപ്പിക്കണം. പിന്നെ ഞങ്ങൾക്ക് പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും, ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് വേണം. 12-ാം തീയതിക്ക് മുമ്പായിട്ട് ഞങ്ങൾക്ക് ശമ്പളവും കിട്ടണം. റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നോ? അവരെന്താണ് എഴുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ കരാർ തൊഴിലാളികളായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ആ കരാർ ഏജൻസിയാണ് എന്നാണ് പറയുന്നത്. ആണ് 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 അവരാണ് ചെയ്യേണ്ടത്.
ഏതായാലും ഇവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് എന്ന് വേണം പറയാൻ. കാരണം നേരത്തെ 24 പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 13 പേർക്ക് മാത്രമാണ് ജോലിയുള്ളത്. അതായത് 13 ദിവസം മാത്രമാണ് ഇവർക്ക് ജോലി ലഭ്യമാവുന്നത് എന്നുള്ളതാണ്. കാരണം 650 രൂപ മാത്രമാണ് ദിവസവേതനമായി ഇവർക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ കുറവ് വരികയും ചെയ്തതോടുകൂടി തന്നെ ജീവിത സാഹചര്യം മാറുന്നു. അവർക്ക് വേണ്ടുന്ന വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിയിലുള്ള 24 പേരെയെങ്കിലും ജോലി അവർക്ക് നൽകണമെന്നുള്ളൊരു നിർദ്ദേശം ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അത്തരത്തിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇവർ തൊഴിലിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടിയാണ് ഇവർ പറയുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.